കണ്ണുകളിലൂടെ എൻ്റെ പൗരോഹിത്യത്തെ കാണുമ്പോൾ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആന്തരിക സൗന്ദര്യം എനിക്ക് കാണാനും അനുഭവിക്കാനും കഴിയും. ഈ പറഞ്ഞതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയെയും ദാമ്പത്യ ജീവിതത്തെയും അവർ സമീപിക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ അതിനെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആന്തരിക സൗന്ദര്യം അനുഭവിക്കാൻ പറ്റൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ വെറും ലൗകികമായ തലത്തിൽ മാത്രമാണ് അതിനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ അതൃപ്തി ഉണ്ടാവും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന കുറേ ആളുകൾ അങ്ങനെ അതൃപ്തിയിൽ പോകുന്നവരാകാം. ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് അതൃപ്തിയോടെ മുമ്പോട്ട് പോകുന്ന ആളുകൾ, ജീവിത പങ്കാളിയെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചും അതൃപ്തിയോടെ മുമ്പോട്ട് പോകുന്ന ആളുകൾ, നിങ്ങൾക്ക് സംതൃപ്തിയോടെ കുടുംബജീവിതത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ? ജീവിത പങ്കാളിയെ സംതൃപ്തിയോടെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ ദാമ്പത്യ ജീവിതത്തെ കാണാൻ പറ്റണം. വിശ്വാസത്തിൻ്റെ തലത്തിൽ ദാമ്പത്യ ജീവിതത്തെ കാണാൻ പറ്റണം. അങ്ങനെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താ അത്? എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, അച്ഛന് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ദാമ്പത്യ ജീവിതത്തെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിത പങ്കാളിയെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 12 തുടങ്ങിയ വചനങ്ങളിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 12 തുടങ്ങിയ വാക്യങ്ങൾ. അവിടെ 14-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ശ്രദ്ധിക്കാം. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം ആ വചനം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഉറക്കെ ഒന്ന് പറയാം, എല്ലാവരും ഒന്നിച്ച്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണണം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കർത്താവിൻ്റെ കണ്ണിലൂടെ നിങ്ങൾ നോക്കി കാണണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കാണണം. അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? ഭാര്യ ഭർത്തൃ വിശുദ്ധീകരണം, കുടുംബ വിശുദ്ധീകരണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന്റെ തലത്തിൽ ദാമ്പത്യ ജീവിതത്തെ കാണുന്ന, വിശ്വാസത്തിന്റെ തലത്തിൽ ജീവിത പങ്കാളിയെ നോക്കിക്കാണുന്ന ഒരാൾക്ക്
തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണാൻ പറ്റുന്നത് പരസ്പര വിശുദ്ധീകരണമാണ്. പൗലോസ്ലീഹ പറയുന്നു, ഇതാണ് ദൈവനിശ്ചയം, നിങ്ങളുടെ വിശുദ്ധീകരണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വചനമേറ്റു പറയാം, ഇതാണ് ദൈവഹിതം, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധീകരണം. ഉറക്കെ പറയാം, ഇതാണ് ദൈവഹിതം, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധീകരണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നത് തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റാനാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂദാശകളുടെ എല്ലാം ലക്ഷ്യം അതാ. എന്നെ ദൈവം പുരോഹിതനാക്കിയത് എന്നാത്തിനാ? എനിക്ക് വേണ്ടിയാ? അല്ല, തൻ്റെ ജനം വിശുദ്ധീകരിക്കപ്പെടാനാ. അതുവഴി ഞാൻ വിശുദ്ധീകരിക്കപ്പെടാനാ. നിങ്ങൾക്കിത് വ്യക്തമായി അറിയാമല്ലോ. ഒരു ഇടവകയിൽ ഒരു അജപാലകൻ ശുശ്രൂഷ ചെയ്യുമ്പോ ആ വ്യക്തിയെ ആ ഇടവകയിൽ ദൈവം കൊണ്ടുചെന്നാക്കുന്നത് ആ ആള് വഴി ആ ജനം വിശുദ്ധീകരിക്കപ്പെടാനാ. നിങ്ങളെ ഒരു ദിവസം ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തിയില്ലേ? അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കരങ്ങൾ ആ ദൈവിക സാന്നിധ്യത്തിൽ കൂട്ടിച്ചേർത്തില്ലേ? അപ്പൊ നിശബ്ദനായി ദൈവം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാ എൻ്റെ സ്വന്തമായ ഈ മകനെ, എൻ്റെ സ്വന്തമായ ഈ മകളെ നിന്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. നിന്റെ ബന്ധത്തിലൂടെ, നിന്റെ കരുതലിലൂടെ, നിന്റെ സ്നേഹത്തിലൂടെ, നിന്റെ ജീവിത ത്യാഗത്തിലൂടെ നീ ഈ ആളെ വിശുദ്ധീകരിച്ച് എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വന്നു നിന്നപ്പോൾ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തത് നിങ്ങൾ ഇരുവരും ദൈവത്തിലേക്ക് കടന്നു ചെല്ലാനാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വചനം പറയുന്നത് പോലെ നമുക്കാർക്കും ഇവിടെ ശാശ്വതമായ ഭവനം ഇല്ല. ഇത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും തന്നോട് ചേർത്ത് നിർത്തരുത്. എല്ലാ മനുഷ്യരുടെയും നിത്യ ജീവിത പങ്കാളി ദൈവമാ. എനിക്കും ഒരു ജീവിത പങ്കാളിയുണ്ട്, അത് ദൈവമാ. നിങ്ങൾക്ക് നിത്യ പങ്കാളി അത് ദൈവമാ. അപ്പൊ ഇപ്പോഴുള്ള ആളോ താത്കാലിക പങ്കാളിയാ. ഈ ലോക ജീവിതം അവസാനിക്കുന്നത് വരെ, അല്ലെ കൂടെയുള്ള പങ്കാളി മരണമടയുന്നത് വരെ, അത്രേ ഉള്ളൂ. പക്ഷെ എന്നേക്കുമുള്ള ജീവിത പങ്കാളി ദൈവമാ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവം അവരിരുവരോടും പറയുന്ന കാര്യം ഇതാണ്: നീ നിന്റെ ഭർത്താവിനെ, നീ നിന്റെ ഭാര്യയെ വിശുദ്ധീകരിച്ച് എൻ്റെ കയ്യിൽ തിരിച്ചു തരണം. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം അന്യോന്യമുള്ള വിശുദ്ധീകരണമായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകൾ ഒന്നിച്ചു വന്നിട്ടുണ്ടാവും, ഭാര്യയും ഭർത്താവും. ചിലപ്പോൾ വീട്ടിൽ ജീവിത പങ്കാളി കാണും. ഏതായാലും ജീവിത പങ്കാളികൾ ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, 10, 15, 20, 30, 40 വർഷങ്ങളായല്ലോ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, ഭാര്യയെ ഭർത്താവിനെ. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി മരണമടഞ്ഞാൽ നിത്യരക്ഷ പ്രാപിക്കുമെന്ന്? ഞാൻ ചോദിച്ചത് പിടികിട്ടിയോ? നിങ്ങളോടൊപ്പം ഈ ഭൂമിയിലെ ജീവിതം പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി ഈ നിമിഷം മരണമടഞ്ഞാൽ
അദ്ദേഹം സ്വർഗം നേടുവോ? ചിലർ എഴുന്നേറ്റ് പറയുന്നു. ഞാൻ ഇതുപോലെ എവിടെ ഒരു കൺവെൻഷന് പോയപ്പോൾ ഈ ചോദ്യം ചോദിച്ചു. കൂടെയുള്ള ജീവിത പങ്കാളി ഇപ്പം മരണമടഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. ഒരു ചേട്ടത്തി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ രക്ഷപ്പെടും. ഞാൻ ചോദിച്ചു, ഉറപ്പാണോ, രക്ഷപ്പെടുമോ? പുള്ളിക്കാരത്തി പറഞ്ഞു, അച്ഛാ അയാൾ ഈ നിമിഷം മരിച്ചാൽ ഞാനും എൻ്റെ പിള്ളേരും രക്ഷപ്പെടും. നമ്മുടെ ഒരു സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഉറപ്പോടെ. ദാ അവിടെ ഒരാൾ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ഈ നിമിഷം എൻ്റെ ഭാര്യ മരിച്ചാൽ, എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഉറപ്പാ അച്ഛാ എൻ്റെ പങ്കാളി നിത്യരക്ഷ നേടും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഉറപ്പ് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഏത് നിമിഷവും ദൈവസന്നിധിയിൽ കൊടുക്കാനുള്ള ഒരു മനസ്സുറപ്പ് നിങ്ങൾക്കുണ്ടാകണം. എൻ്റെ അച്ഛാ, ഞാനും എൻ്റെ പങ്കാളിയും ഒന്നിച്ച് ജീവിക്കുന്നു, 10 വർഷമായി 20 വർഷമായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും നിത്യരക്ഷ നേടും? ഇത് പറയാൻ പറ്റണം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും അവർക്കിരുവർക്കും തങ്ങളുടെ പൊതുവായ ജീവിതത്തെക്കുറിച്ചും പറയാൻ പറ്റണം, ഞങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മക്കളെക്കുറിച്ച് ഇത് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യോന്യം പറയാൻ പറ്റണം. എന്താ പറയാൻ പറ്റേണ്ടത്? നീ ഇപ്പോൾ മരണമടഞ്ഞാൽ രക്ഷ പ്രാപിക്കും, എൻ്റെ ഉറപ്പാത്. ഭർത്താവിനോട് പറയാൻ പറ്റണം, ഭാര്യയോട് പറയാൻ പറ്റണം, നമ്മുടെ ഇരുവരുടെയും ഈ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, നീ രക്ഷ പ്രാപിക്കും, നമ്മൾ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. നിനക്ക് അവളെ ദൈവസന്നിധിയിലേക്ക് നയിക്കാൻ സാധിക്കണം, നിനക്ക് അവനെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ സാധിക്കണം. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായി നിങ്ങൾ പരസ്പരം മാറണം. ദൈവത്തിൻ്റെ സാന്നിധ്യമായി പരസ്പരം മാറണം. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാ, എൻ്റെ പങ്കാളിയെ വിശുദ്ധീകരിക്കാൻ സാധിക്കുമാറ് ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യമായി മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിന്റെ ഭർത്താവിന് നിന്നോടുള്ള ബന്ധത്തിലൂടെ, നിന്റെ സാമീപ്യത്തിലൂടെ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് നിന്നോടൊത്തുള്ള ജീവിതത്തിൻ്റെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിന്റെ സംസാരത്തിൻ്റെ വെളിച്ചത്തിൽ, നിന്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ അവന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? അച്ഛാ, എൻ്റെ ഭർത്താവിന് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഞാനാകുന്ന ഭാര്യയിലൂടെ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇത് പറ്റണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ. സ്നേഹത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യനെയും നമുക്ക് മാനസാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവം എന്തായി ഭൂമിയിലേക്ക് വന്നത്? സ്നേഹമായി ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ ശ്ലീഹ ദൈവത്തെ അവതരിപ്പിക്കുന്ന അങ്ങനെയാ, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന് കൊടുത്ത ഏറ്റവും വലിയ നിർവചനമാണ് ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിലൂടെ അല്ലാതെ ആരെയും സ്വാധീനിക്കാൻ പറ്റുകയില്ല. ഒരച്ഛനും ഒരു വിശ്വാസിയെയും സ്നേഹത്തിലൂടെ അല്ലാതെ സ്വാധീനിക്കാൻ പറ്റുകയില്ല. ഒരു ഭർത്താവിനും ഒരു ഭാര്യയെയും സ്നേഹത്തിലൂടെ അല്ലാതെ സ്വാധീനിക്കാൻ പറ്റുകയില്ല. ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനെ സ്നേഹത്തിലൂടെ അല്ലാതെ സ്വാധീനിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മുൻപിൽ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യമാകാൻ പറ്റുന്നുണ്ടോ?
നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചിട്ട് അങ്ങേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ഈ ഭാര്യയുടെ സാമീപ്യം വഴി നിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്ന് ഭർത്താവിന് പറയാൻ പറ്റുന്നുണ്ടോ? അതോ രാവിലെ മുതൽ അസ്വസ്ഥതയാണ്? ദൈവം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇരിപ്പിടമാണ്. നിങ്ങളുടെ സാമീപ്യം വഴി ജീവിത പങ്കാളിക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടോ? ഭർത്താവിൻ്റെ സാമീപ്യം വഴി ഭാര്യയ്ക്കും, ഭാര്യയുടെ സാമീപ്യം വഴി ഭർത്താവിനും സന്തോഷത്തിൻ്റെ അനുഭവം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, സ്നേഹത്താൽ അല്ലാതെ മറ്റാരെയും ഒരാളെയും നമുക്ക് സ്വാധീനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്വാധീനിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ അല്ലാതെ പറ്റുകയില്ല. അതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹം വിശുദ്ധീകരണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരമുള്ള സ്നേഹം വിശുദ്ധീകരണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഉറക്കെ പറയാം, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ ഓർത്ത് പറയട്ടെ, ഹല്ലേലൂയ. കുടുംബത്തെ ഓർത്ത് പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന. ഉറക്ക 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 ഉറക്ക. വലിയ വിശ്വാസത്തോടെ, വലിയ വിശ്വാസത്തോടെ ജീവിത പങ്കാളിയെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ, കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ, അശുദ്ധി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന, ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് വിട്ടകന്നു പോകാൻ ഉറക്കെ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചുമ്മാ വായിച്ചോ. കേൾക്കണേ എൻ പ്രാർത്ഥന, ദൈവമേ എൻ സ്നേഹമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, ദൈവമേ എൻ സ്നേഹമേ. നിന്നെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു, നിന്നെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു. സ്നേഹമേ, ദൈവമേ നിന്നെ ഞാൻ. സ്നേഹമേ, ദൈവമേ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ. കുടുംബത്തെ മനനഞ്ഞു നീ, കുടുംബത്തെ നയിപ്പവൻ നീ, കുടുംബത്തെ മനനഞ്ഞു നീ, കുടുംബത്തെ നയിപ്പവൻ നീ. നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ
ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഉറക്കെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വീണ്ടും പറഞ്ഞു വരുന്നത്. ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ഉറക്കെ പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വന്നത് അതിനാ. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവ് ഭൂമിയിലേക്ക് വന്നതും അവൻ കുരിശിൽ മരിച്ചതും ഇന്ന് നിത്യം ജീവിക്കുന്നതും കുർബാനയായി നമ്മോടൊപ്പമായിരിക്കുന്നതും നമ്മെ കൈപിടിച്ച് രക്ഷയിലേക്ക് നയിക്കാനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ലോകത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഈ വിചാരമാണ്. എല്ലാം ഇവിടം കൊണ്ട് തീരുന്നു എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടല്ലേ അരുതാത്തതൊക്കെ നമ്മുടെ ഇടയിൽ ചെയ്തു കൂട്ടുന്നത്. വരാനൊരു ലോകമുണ്ട്, നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഇടമുണ്ട് എന്ന വിചാരം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു. അതാ യോഹന്നാന്റെ സുവിശേഷം 3:16 എന്താ പറയുക? തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം തൻ്റെ പ്രിയപുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ നിത്യരക്ഷയായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മോന് ജോലി കിട്ടാൻ വേണ്ടി, മോക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, മോൻ്റെയും മോടെയും കല്യാണം നടക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തൊരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. മോൻ്റെയും മോടെയും കല്യാണം കഴിയട്ടെ, നമ്മുടെ കടക്കണികളൊക്കെ മാറട്ടെ, രോഗാവസ്ഥയൊക്കെ മാറി വരട്ടെ, അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തൊരു പ്രാർത്ഥന ഉണ്ടാകണം നിനക്ക്. അതുകൊണ്ട് പ്രാർത്ഥന തീരരുത്. മകനും മകൾക്കും ജോലി കിട്ടണം, കടക്കണി തീരണം, സ്ഥലം വിറ്റു പോകണം, അവിടെ കൊണ്ട് പ്രാർത്ഥന തീരരുത്. അതിനപ്പുറത്തൊരു പ്രാർത്ഥന ഉണ്ടാവണം. കർത്താവേ, ഇതിനു ശേഷം ഞാനും എൻ്റെ പങ്കാളിയും എൻ്റെ കുടുംബവും അങ്ങയെ പ്രാപിക്കാൻ തക്കവിധം അങ്ങ് കൃപ ചെയ്യണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയാവണം, നമ്മുടെ സുഹൃത ജപമാകണം. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും മധ്യാഹ്നത്തിലും രാത്രി കിടക്കുമ്പോഴും സുഹൃത ജപം എന്നോണം നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കണമേ. നമ്മുടെ പൂർവികരുടെ പ്രാർത്ഥനയായിരുന്നത്. നിത്യരക്ഷയിലേക്ക് നയിക്കണേ, നിന്നോടൊപ്പം പറുദീസ അനുഭവത്തിലേക്ക് നയിക്കണേ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തമ്പുരാന് ചേർന്ന പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിലെ അങ്ങൾ ചെയ്യണം. തമ്പുരാന് ചേർന്ന പ്രവർത്തികൾ ചെയ്യണം. തമ്പുരാന് ചേർന്ന പ്രവൃത്തിയാണോ നീയും നിന്റെ കുടുംബവും ചെയ്യുന്നതെങ്കിൽ അരുതാത്തതൊന്നും നിന്റെ കുടുംബത്തിൽ സംഭവിക്കില്ല. നിന്റെ പ്രാർത്ഥന തമ്പുരാൻ ചെവിക്കൊള്ളും. നമ്മളൊക്കെ എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ. അപ്പാന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ആ അപ്പൻ്റെ മക്കളാ നമ്മൾ. നമ്മൾ ഈ ഭൂമിയിൽ ദൈവമക്കളായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാണം കെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അർഹമായതൊക്കെ തരും. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മക്കളുടെ അവസ്ഥ ജീവിക്കണം.
മക്കൾക്ക് ചേരാത്തത് ചെയ്യരുത്. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങിങ്ങായി അരുതാത്തത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫലമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? തമ്പുരാന് നിരക്കാത്തത് വീടുകളിൽ നടക്കുന്നില്ലേ? അപ്പന് ചേരാത്തത് മക്കൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് വചനം പറയും, നാം മക്കളെങ്കിൽ അവകാശികളാണ്, പിതൃസ്വത്തിന് അവകാശികളാ. ആർക്കാ അവകാശമുള്ളത്? മക്കൾക്കാ. പക്ഷെ നീ പുത്രത്വം നഷ്ടപ്പെടുത്തിയാലോ? നിന്റെ മകൻ, നിന്റെ ഭർത്താവ് പുത്രത്വം നഷ്ടപ്പെടുത്തിയാലോ? ഈ ദൈവപുത്രത്വം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ എവിടെ അവകാശം കിട്ടുക? മക്കൾക്കല്ലേ അവകാശമുള്ളത്. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന നിഷ്ഫലമാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പുത്രത്വമില്ലാത്തവരുടെ പ്രാർത്ഥനയാ, പുത്രത്വം നഷ്ടപ്പെടുത്തുന്നവരുടെ പ്രാർത്ഥനയാ. അതുകൊണ്ട് നമുക്ക് പുത്രത്വത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. നമ്മുടെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് എപ്പോഴുമുള്ള നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: തമ്പുരാനെ, ഈ ഭൂമിയിലെ ഈ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും അപ്പുറം നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്കിടയാക്കണമേ. അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഭാര്യയ്ക്ക് ഭർത്താവിന്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനടുത്ത സ്നേഹം കൊടുക്കാൻ പറ്റണം. നല്ല ഭാര്യമാരോടൊപ്പം കഴിയുന്ന ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും മാനസാന്തരപ്പെടുമെന്നേ. നല്ല ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്ന ഭാര്യമാർ തീർച്ചയായിട്ടും ദൈവത്തിങ്കലേക്ക് വരുമെന്നേ. അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം ഇതാ. യോഹന്നാൻ്റെ സുവിശേഷം 17-19 ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈശോ നമുക്കെല്ലാം മാതൃകയാകത്തക്ക വിധം പറയുന്ന കാര്യമാണ്: അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം: അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വചനം പിടികിട്ടിയോ? ഈശോ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. ഈശോ എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, എന്നിൽ വിശ്വസിക്കുന്ന ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടാൻ, നിന്റെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടാൻ, നിന്റെ കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടാൻ ആദ്യത്തെ പടി നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ നിന്നെ സ്നേഹമാക്കി മാറ്റുക എന്നാ. നീ നിന്നെ സ്നേഹമാക്കി മാറ്റുക എന്നാ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ ഏതെങ്കിലും ആൺമക്കള് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ അമ്മമാര്, അപ്പന് പറ്റുന്നതിനേക്കാൾ അമ്മയ്ക്ക് അവനെ സ്വാധീനിക്കാൻ പറ്റും. കാരണം അമ്മയ്ക്ക് ദൈവം അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ അവനെ മാറ്റുക മാത്രമല്ല, ശാന്തമായി ക്ഷമയോടെ സ്നേഹത്തോടെ കരുണാർദ്രമായ സ്നേഹത്തോടെ അപ്പന് സമീപിക്കാൻ പറ്റുന്നതിനേക്കാൾ അമ്മയ്ക്ക് അവനെ സമീപിക്കാൻ പറ്റും. പ്രാർത്ഥിച്ച് നിങ്ങൾ സമീപിച്ച് തീർച്ചയായിട്ടും പറ്റും. ആൺമക്കൾ വഴിതെറ്റി പോകുന്നതിൻ്റെ തലത്തിൽ വിഷമിക്കുന്ന കുറേ അമ്മമാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നെഞ്ചുപൊട്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം തമ്പുരാന്റെ കൃപ യാചിച്ചുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ അവനെ സമീപിക്കണം. ദൈവത്തിന് മനുഷ്യരെ മാറ്റാൻ ക്ഷമയുടെ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ക്ഷമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കുറേ അമ്മമാരങ്ങനെ വിഷമിക്കുന്നുണ്ട്. മകൻ വഴിതെറ്റി പോണു, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു, കൂദാശയില്ലാതെ പോകുന്നു. കുറേ ആളുകൾ വിഷമിക്കുന്നു. അതുകൊണ്ട് ക്ഷമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്ക്. തീർച്ചയായിട്ടും തമ്പുരാൻ കൃപ ചെയ്യും. വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം അവന് കൊടുക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നു. വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. മാനസാന്തരം ആവശ്യമുള്ള നമ്മുടെ കുടുംബത്തിലെ
കുടുംബനാഥന്മാരെ, മക്കളെ ഓർത്തുകൊണ്ട്, കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി അവരെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമുള്ള സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കർത്താവ് പറയുക എന്താ? ഇവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എൻ്റെ പ്രിയ കുടുംബനാഥേ, എൻ്റെ പ്രിയ കുടുംബനാഥ, നിൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും വിശുദ്ധീകരിക്കാനുള്ള വഴി നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നീ നിന്നെ തന്നെ സ്നേഹമാക്കുക. നീ നിന്നെ തന്നെ സ്നേഹമാക്കുക. തമ്പുരാൻ ലോകത്തെ വിശുദ്ധീകരിച്ചത് സ്നേഹമായിക്കൊണ്ടാ. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണ കുരിശി കാണുന്നേ. അതാ ഈശോ പറഞ്ഞത്, സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും സമർപ്പിക്കുന്ന സ്നേഹം, നിന്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുന്ന സ്നേഹം, ഇത് പറ്റണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രൂപാന്തരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയെ മാനസാന്തരപ്പെടുത്താൻ നീ ആദ്യം മാനസാന്തരപ്പെടണം. നിന്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്താൻ നീ ആദ്യം മാനസാന്തരപ്പെടണം. നിന്റെ മക്കൾ മാനസാന്തരപ്പെടാൻ നീ പൂർണ്ണമായും കർത്താവിൽ മാനസാന്തരപ്പെടണം. ചിലർ പറയും ഞാൻ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ചില പെന്തക്കോസ്ത് സഹോദരങ്ങൾ പറയുന്നതാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, താങ്കൾ രക്ഷിക്കപ്പെട്ടോ? ആരാ രക്ഷിക്കപ്പെട്ടത്? ആർക്കാ നവീകരണം വേണ്ടാത്തത്? നാം ഈശോയിൽ പിന്നെയും നവീകരിക്കപ്പെടേണ്ടവരാ. ആരും പൂർണ്ണമായി നവീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആരും പൂർണ്ണമായും രക്ഷ പ്രാപിച്ചു എന്ന് പറയാൻ പറ്റില്ല. നാം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിയെ നവീകരിക്കാൻ നീ നവീകരിച്ചുകൊണ്ടിരിക്കണം. നീ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാൻ പലയിടത്തും ഇതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം. മീൻ കിട്ടുന്ന സമയം, നല്ല മീൻ കിട്ടുന്ന സമയം. എന്നാ ആ മീൻ വാങ്ങിച്ച് നല്ലൊരു കറി വെച്ച് കൊടുത്ത് നല്ലൊരു ഭക്ഷണം ഒരുക്കി കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചു. നല്ല പാലപ്പം ഉണ്ടാക്കി ഫിഷ് മോളിയും കൂടെ അങ്ങ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. അതിന് പറ്റുന്ന മീൻ അങ്ങ് വാങ്ങിച്ചു, കാളാഞ്ചി വാങ്ങിച്ചു. ഫിഷ് മോളിക്ക് നല്ലതാണ്. ഈ പാലപ്പം ഉണ്ടാക്കി ഇത് ഞാൻ മുമ്പിൽ കൊണ്ട് വെക്കുന്നു പാത്രത്തിൽ. ഈ കാളാഞ്ചി നമ്മൾ വാങ്ങിയ ആ രൂപത്തിൽ തന്നെ കഴുകിയൊക്കെ വൃത്തിയാക്കി, പിന്നെ അതിൻ്റെ പുറത്തിച്ചിട്ട് സവോളയൊക്കെ അരിഞ്ഞിട്ട് അലങ്കരിക്കാൻ വേണ്ടി തക്കാളിയൊക്കെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിച്ചൊക്കെ കൊണ്ടുവച്ചിരിക്കുക. ഭർത്താവിൻ്റെ മുമ്പിൽ മീൻ വാങ്ങിച്ച പാടെ ഒന്നും ചെയ്യാതെ കൊണ്ടുവച്ചിരിക്കുക. പുള്ളിക്ക് രുചിയുള്ള അനുഭവമായിട്ട് തീരുമോ? ഇല്ല. നമ്മൾ എന്നാ ചെയ്യുന്നു? അതിൻ്റെ തലയും വാലും കണ്ടിക്കുന്നു. തലയും വാലും കണ്ടിക്കുന്നു. ഈ തലയും വാലും കണ്ടിച്ചു. പഴയ തക്കാളി സവോള കണ്ടിച്ചതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. തലയും വാലും കണ്ടിച്ച് പാത്രത്തിൽ കൊണ്ടുവച്ചു. പാലപ്പം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഈ സാധനമൊക്കെ വെച്ച് അലങ്കരിച്ചു. പുള്ളിക്കാരന് ഇഷ്ടപ്പെടുമോ? അത് രുചിയുള്ള അനുഭവമായി തീരുമോ? എന്നാ ചെയ്യണം? അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയണം. കുടലും പണ്ടമൊക്കെ എടുത്ത് കളയണം. അങ്ങനെ കുടലും പണ്ടമൊക്കെ എടുത്ത് കളഞ്ഞു, തൊലിയൊക്കെ ചെത്തി. ഇപ്പം കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട്. പഴയ സാധനമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, കണ്ടിച്ചു വെച്ചത്. ഈ സാധനം പാത്രത്തിൽ കൊണ്ടുവച്ചു, അതുകൊണ്ടൊക്കെ അലങ്കരിച്ചു. പാലപ്പവും വെച്ചിട്ടുണ്ട്. ശരിയായോ? അടുത്ത പടി കഷ്ണമാക്കി, ഇല്ലേ? മുറിച്ചു, പല കഷ്ണങ്ങളാക്കി. ഇപ്പം ഇച്ചിരി കൂടെ കൊള്ളാം. പല കഷ്ണങ്ങളാക്കി പഴയ പാത്രത്തിൽ വെച്ചു. അരിഞ്ഞു വെച്ച സാധനം കൊണ്ടൊക്കെ അലങ്കരിച്ചു. പാലപ്പം കൂടെ വെച്ചു. ശരിയായോ?
അടുത്തത് വേണ്ട കൂട്ട് ചേർത്തു. രുചിക്ക് വ്യത്യാസം വരുന്നത് കൂട്ടാണല്ലോ. നല്ല കൂട്ട് ചേർത്തു, നിങ്ങൾക്കറിയാതെ കൂട്ട് ചേർത്തു. നല്ല കൂട്ടൊക്കെ ചേർത്ത് അരപ്പൊക്കെ ചേർത്ത് ഒരു പരുവാക്കി മറ്റേ സാധനം കൊണ്ടൊക്കെ അലങ്കരിച്ച് കൊണ്ടുവച്ചു. ശരിയായോ? ശരിയായില്ല. നന്നായിട്ട് പാകപ്പെടുത്തി മണം അടിക്കുന്നുണ്ടോ? നന്നായിട്ട് പാകപ്പെടുത്തി ഫിഷ് മോളിയായി, പാലപ്പത്തിൻ്റെ കൂടെ കൊണ്ടുവച്ചു. ശരിയായോ? ശരിയായി. കണ്ടോ, ഇപ്പോഴാ ശരിയായല്ലേ? നോക്കിക്കേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥയിലായാൽ ഒരാളെയും വിശുദ്ധീകരിക്കാൻ പറ്റില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിലായാൽ, ഈ കാളാഞ്ചി ആയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവച്ചാൽ ആർക്കും രുചിയുള്ള അനുഭവമായി മാറില്ല. ആദ്യം എന്നാ ചെയ്തു? തലയും വാലും കണ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന പലതിൻ്റെയും തലയും വാലും കണ്ടിക്കാനാണ്. ഇവിടെ ഇരിക്കുന്ന പലതിൻ്റെയും തലയും വാലും കണ്ടിച്ചാൽ ശരിയാവും. പുള്ളിയെ ആഗ്രഹിക്കുന്ന വഴി കൊണ്ടുവരാൻ പറ്റും. ഭർത്താവിന് മകനെ ആഗ്രഹിക്കുന്ന വഴി കൊണ്ടുവരാൻ പറ്റും. തലയും വാലും നിന്റെ കണ്ടിക്കണം ആദ്യം. നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ, അവൾക്ക് വലിയ വാലാന്ന്. അയ്യോ അവിടെ തലയെടുപ്പ്. നമ്മൾ കണ്ടിക്കേണ്ട തലയും വാലും ഉണ്ട് ഇല്ലേ? ചില മീൻ്റെ ആണെങ്കിൽ ചെതുമ്പൽ പുറ്റുപോലിരിക്കുന്നില്ലേ? ഇല്ലേ? പുറ്റുപോലിരിക്കുന്ന ചെതുമ്പലില്ലേ? ഉളുമ്പില്ലേ? മാറ്റണ്ടേ? ഈ ഉളുമ്പും ചെതുമ്പലും ഒക്കെ മാറ്റിയാൽ മാത്രം മതിയോ? കഷണാകണ്ടേ? നിന്റെ ഭർത്താവിനെ വിശുദ്ധീകരിക്കാൻ, നിന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ, നിന്റെ ഭാര്യയെ രക്ഷയിലേക്ക് നയിക്കാൻ കഷണങ്ങളാകുന്ന അനുഭവം ഉണ്ടാവണം. മുറിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവണം. കർത്താവ് കുരിശിൽ ഈ മുറിക്കപ്പെട്ട അനുഭവത്തിലേക്ക് പോയി. അതാ സ്നേഹം എന്ന് പറയുന്നത്. അതാ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം. അപ്പം മുറിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകണ്ടേ? മുറിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകണം. അത് മാത്രം പോരാ, പിന്നെ വേണ്ട കൂട്ട് ചേരണം. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ വലിയ പ്രശ്നം, പലയിടത്തും സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാര്യം ഈ ഭാര്യ തൻ്റെ ജീവിതത്തിൽ ചേർക്കേണ്ട കൂട്ടൊന്നും ചേർക്കുന്നില്ല എന്നുള്ളതാ. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര് ഓർത്തു നോക്കിയേ, ചേർക്കേണ്ട കൂട്ട് ചേർത്താൽ നല്ല രുചിയുള്ള അനുഭവമായിട്ട് ഭർത്താവിന് മാറുകയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്കും ഉണ്ടാവാൻ കുഴപ്പം അറിയാവോ? അതായത് ഭാര്യയോട് ഇടപഴകുമ്പോൾ, കുടുംബത്തിൽ ഇടപഴകുമ്പോൾ തൻ്റെ പെരുമാറ്റത്തിൽ ചേർക്കേണ്ടുന്ന ചില കൂട്ടുകളുണ്ട്, ചില പെരുമാറ്റ സവിശേഷതകൾ, ചില നന്മകൾ. മുമ്പേ പറഞ്ഞത് കേട്ടില്ലേ? കൂട്ടിനനുസരിച്ച് കറിയുടെ രുചി മാറുന്നത്. നീയാകുന്ന ഭർത്താവിൻ്റെ ജീവിതത്തിൽ നല്ല ഭർത്താവിന് വേണ്ടുന്ന കൂട്ടുകളുണ്ടെന്നേ, അത് ചന്ത കിട്ടിയല്ല. നല്ല ഭാര്യയ്ക്ക് വേണ്ടുന്ന കൂട്ടുകളുണ്ട് ഇല്ലേ? നല്ല കറിക്ക് വേണ്ടുന്ന കൂട്ടുണ്ടെന്ന് പറയുന്നത് പോലെ നല്ല ഭാര്യയാകാൻ ചില കൂട്ടുകളുണ്ട്, വേണ്ടേ? ഈ കൂട്ട് ചേർക്കണം. അതുമാത്രം പോരാ, പിന്നെ പാകപ്പെടണം. നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ ചില അമ്മമാരൊക്കെ ഇച്ചിരിയും കൂടെ പാകപ്പെടണം. നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാരൊക്കെ ഇച്ചിരിയും കൂടെ പാകപ്പെടണം. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ പാകപ്പെടണം. ഇച്ചിരിയും കൂടെ ഒരു ഒതുക്കമൊക്കെ വേണം. ഇച്ചിരിയൊക്കെ ഒന്ന് മയമാകണം. ചിലയിടത്തൊക്കെ ഈ ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ ഒരു മയവും ഇല്ലാത്ത പെരുമാറ്റം. ഇച്ചിരിയും കൂടെ ഒക്കെ ഒന്ന് പാകപ്പെടണ്ടേ? അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റും. ചില കുടുംബത്തിലൊക്കെ പിടിവാശിയോടുകൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ പുറകോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന ഒരു മത്സരമുണ്ട്, ഏതാണെന്ന് ചോദിച്ചു. ഏതാ അത്? എല്ലാത്തിനും മുമ്പോട്ട് പോകുമ്പോഴാ ജയിക്കുന്നത് ഇല്ലേ? മുമ്പോട്ട് പോയാലേ ജയിക്കത്തുള്ളൂ. പുറകോട്ട് പോകുമ്പം ജയിക്കുന്ന ഒരു മത്സരമുണ്ട്, ഏതാ? വടംവലി. വീട്ടിൽ നടക്കുന്ന അതാണല്ലോ. പുറകോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന മത്സരം അത്. പുറകോട്ട് പോകണം. ഇപ്പം ഈ കുടുംബത്തിലൊക്കെ നമുക്ക് കുറേ ഒന്ന് പുറകോട്ട് പോകാൻ പറ്റണം. ഈ കളരിപ്പയറ്റിലൊക്കെ അടവിനെ കുറിച്ച് പറയുന്നുണ്ട്, 18 അടവെന്നാണ് ഇല്ലേ? അതല്ലാതെ വേറൊരു അടവുണ്ട്, എന്താണെന്നറിയാമോ? അവർ കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ എപ്പോഴും വെട്ടി നിൽക്കുകയല്ല, പിന്നെ ഒഴിഞ്ഞു മാറ്റമുണ്ട് അല്ലേ? ഒഴിഞ്ഞു മാറുക. ഈ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും ഒഴിഞ്ഞു മാറിയ. ഒന്ന് പുറകോട്ട് പോകാൻ പറ്റിയ.
ഒന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയ, ഒന്ന് നിശബ്ദത പാലിക്കാൻ പറ്റിയ, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റിയ. ഏറ്റവും വലിയ പുണ്യമാണ് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. മിണ്ടാതിരിക്കുക, നിശബ്ദത പാലിക്കുക, ഒഴിഞ്ഞു മാറുക, വിട്ടുകൊടുക്കുക, ഒന്ന് ആദരിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ് പരസ്പരം ഒന്ന് ബഹുമാനിച്ചാൽ. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഇത് ഞാൻ പറയുന്നതല്ല. പൗലോസ് ശ്ലീഹ എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 21 തുടങ്ങിയ വാക്യത്തിൽ പറയുന്നതാ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ അന്യോന്യം വിധേയരായിരിക്കുവിൻ. വിധേയപ്പെടണം. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വിധേയപ്പെടണം, വിട്ടുകൊടുക്കണം, പരസ്പരം ബഹുമാനിക്കണം. ഈ വഴിക്കൊക്കെയാ പരസ്പരം വിശുദ്ധീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കാനുള്ള വഴി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. അതാ ഈശോ പറഞ്ഞത്. പിതാവേ, ഇവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ ക്രിസ്തുവിൽ നവീകരിക്കാനുള്ള വഴി ഞാൻ എന്നെ ക്രിസ്തുവിൽ നവീകരിക്കുക. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഗാനത്തിന്റെ വരികളിലൂടെ പോകാം. എഴുന്നേറ്റ് നിൽക്കാം. കാണുന്നു നിന്റെ സ്നേഹം, കേൾക്കുന്നു നിൻ മൊഴികൾ, കാണുന്നു നിന്റെ സ്നേഹം, കേൾക്കുന്നു നിൻ മൊഴികൾ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, കാണുന്നു നിന്റെ മുഖം, കേൾക്കുന്നു നിൻ മൊഴികൾ, കാണുന്നു നിന്റെ മുഖം, കേൾക്കുന്നു നിൻ മൊഴികൾ. കുർബാനയായി വന്ന ഈശോ നിന്നെ കഴുകിടുന്നു. കുർബാനയായി വന്ന ഈശോ നിന്നെ കഴുകിടുന്നു. എൻ്റെ നിറയുന്നോരേ, നിന്നെ വാഴ്ത്തിടുന്നു. എൻ്റെ നിറയുന്നോരേ, നിന്നെ വാഴ്ത്തിടുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി.